ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിന് സമീപം മാറാവേലി തോട് കവിഞ്ഞൊഴുകി നിരവധി വീടുകളിൽ വെള്ളം കയറി. ക്ഷേത്ര വടക്കനട റോഡ് വെള്ളത്തിനടിയിലായി. ഇതുവഴിയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടു. ബൈപ്പാസ് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നീർച്ചാലുകളിലെ നീരൊഴുക്ക് തടസ്സപ്പെട്ടിരുന്നു. ഡ്രെയിനേജ് സംവിധാനത്തിലെ അപാകതയും അശാസ്ത്രീയതയും ബൈപ്പാസ് റോഡിലെ പാറകണ്ട ഭാഗത്ത് നിരവധി വീടുകളിൽ വെള്ളം കയറാൻ കാരണമായി. ഇതിൻ്റെ പ്രധാന കാരണം അശാസ്ത്രീയമായ ഈ റോഡ് നിർമ്മാണം. ഇതിൻ്റെ മണ്ണടിക്കാൻ തുടങ്ങിയ കാലം വലിയ ഇതിൻ്റെ താഴെ താമസിക്കുന്ന 5 വീട്ടുകാരുണ്ട്. ഞങ്ങൾ അന്ന് മുതൽ പറഞ്ഞാണ്. അതിന് മുമ്പ് തന്നെ നമ്മുടെ പാലാ റോഡിൽ ഈ റോഡ് വന്നതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങളിലൂടെ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് ഇതിൻ്റെ ബൈപ്പാസ് റോഡ് വന്നപ്പോൾ പോലെ അന്ന് ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ പറഞ്ഞാണ് ഇത് കൃത്യമായ രീതിയിലുള്ള പ്ലാനുകളൂടെ ചെയ്യാവുള്ളൂ, ഞങ്ങൾക്ക് കൂടെ താമസിക്കാൻ പറ്റില്ല കൃത്യമായിട്ട് എല്ലാവരോടും പറഞ്ഞാണ്. പക്ഷേ ആരും കേൾക്കാതെ അന്ന് ഇത് മൊത്തം മണ്ണടിച്ച് പോയതാണ്. പിന്നെ ഞങ്ങൾ വഴക്കുണ്ടാക്കിയതിന് ശേഷമാണ് മാന്തിയച്ച് പിന്നെ ഒരു പൈപ്പ് ഇവിടെ മാത്രമേ ഇട്ടിരിക്കുന്നത്. ആ പൈപ്പിനകത്ത് വെള്ളമൊന്നും പോകണമെന്നില്ല, വെറുതെ ഒരു പൈപ്പ് ഇട്ടിട്ട് മാത്രമേ ഉള്ളൂ. ഈ തോടിനകത്ത് മുഴുവൻ പള്ളയും മണലും മണ്ണ് അടിഞ്ഞു ചേർന്ന് കിടക്കുക. റോഡ് യഥാസമയം അത് വൃത്തിയാക്കേണ്ട അധികാരികൾ ഒരു ഉത്തരവാദിത്വം ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഫലമാണ് ഇപ്പോൾ ഈ പ്രദേശത്തുള്ള വീടുകളിൽ മുഴുവൻ വെള്ളം കയറിയിരിക്കുന്നത്. ഇത് കാലാകാലങ്ങളിൽ കാലവർഷം ഉണ്ടാകുമെന്നും എല്ലാവർക്കും അറിയാം. ആ സമയത്ത് സമയബന്ധിതമായ ഇടപെടൽ നടത്തി ഈ തോടിൻ്റെ സൈഡിലുള്ള ഈ അടിഞ്ഞു കുടിക്കുന്ന മണ്ണും ലതാദികളെല്ലാം വെട്ടിമാറ്റി അത് ക്ലീൻ ചെയ്ത് വിടുവാണെങ്കിൽ പ്രശ്നം ഉണ്ടാകത്തില്ല. പ്രദേശവാസികളുടെ പ്രതിഷേധത്തെ തുടർന്ന് നഗരസഭാ ശുചീകരണ തൊഴിലാളികൾ ബൈപ്പാസ് റോഡിനടിയിലെ നീരൊഴുക്കിനായി സ്ഥാപിച്ച വലിയ കുഴലിനുള്ളിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ നടപടി സ്വീകരിച്ചു. ഇവിടെ 4-5 വീടുകളിൽ ഇപ്പം ഈ ഒരു മഴ കൊണ്ട് തന്നെ ചുറ്റോട്ട് വരെ വെള്ളമായി